ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബാലൻഡിയോർ ഇവൻ്റ് ഒരു ഗൈഡാണ്. അപ്പോൾ ഫീഫയിലെ തന്നെ ഇപ്പം ഏറ്റവും വലിയൊരു ഇവൻ്റ് തന്നെയാണ് ബാലൻഡിയോർ ഇവൻ്റ്. ഇത് കുറേ പറയാനുണ്ട്, ഞാൻ ചുരുക്കി തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ബാലൻഡിയോർ ഇവൻറ്റിൽ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയാണുള്ളത്. അപ്പം ബാലൻഡിയോർ ഇവൻറ്റിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ സെക്കൻഡ് വീക്കിലത്തെ ഇതൊക്കെയാണ് കാണിക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ മെയിനിലാണ് എത്തുക. അപ്പോൾ ഫസ്റ്റ് വീക്കിലെ കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വീക്ക് ഞാൻ ഏകദേശം കളിച്ചു തീർത്തു. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ വോട്ട് ടിക്കറ്റ്സ് ആണ്. വോട്ട് ടിക്കറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിതാ ഈ മാച്ചസൊക്കെ കളിക്കാൻ പറ്റും. ഈ മാച്ചസ് കളിച്ചാൽ നമുക്ക് 30 ടിക്കറ്റ് അങ്ങനെ വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും കുറച്ച് ചലഞ്ചസൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ, അതായത് ഇങ്ങനെ സ്കിൽ മാച്ചസൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 150 ടിക്കറ്റ് നമുക്കൊരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ് വീക്ക് കളിച്ചതിന് ശേഷം എനിക്ക് പുസ്കാസിനെയാണ് കിട്ടിയിരിക്കുന്നത്. അവസാനം നമ്മളിങ്ങനെ കീ മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ വരും. ഈ ഒരു പാത്വേയിൽ പോയിട്ട് നമുക്ക് 2 വഴി തിരഞ്ഞെടുക്കാം. ഞാനിപ്പം പോയത് പുസ്കാസിൻ്റെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രൈഫിൽ പോകാം. പക്ഷേ സ്റ്റാറ്റ്സിൽ കൂടുതലുള്ളത് പുസ്കാസാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. എനിക്കെന്തായാലും പുസ്കാസിനെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ വീക്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രൈക്കറാണ്. രണ്ടാമത്തെ വീക്കിൽ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ ബുട്രാഗീനോ അല്ലെങ്കിൽ ഡാൽഗീസിനെ നമുക്ക് എടുക്കാം. ഞാൻ എന്തായാലും ബുട്രാഗീനോൻ്റെ ഒപ്പരാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കീ മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ വോട്ട് ടിക്കറ്റ്സ് കിട്ടും. ഈ വോട്ട് ടിക്കറ്റ്സിനെ കൊണ്ട് എന്താ കാര്യം എന്ന് പറയാം. നമുക്കിവിടെ ഒരു റിവാർഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് വീക്കിൽ അതാണ് പ്രൈമറി സ്റ്റോറി. ഈ പ്രൈമറി സ്റ്റോറിൽ ഏതെങ്കിലും 2 പ്ലേയേഴ്സിനെ നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ ഒന്നുകിൽ ബാഗിയോ അല്ലെങ്കിൽ വാൻ ബസ്റ്റൺ. പക്ഷേ ഇവർക്ക് വേണ്ടി 4800 വോട്ട് ടിക്കറ്റ്സാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ ഓരോ വീക്കിലും ഓരോ പ്രൈമറി സ്റ്റോർ ഉണ്ടാവും, പ്ലെയേഴ്സ് ഉണ്ടാവും. ഇതിനെ ഫുള്ള് നമ്മൾ ക്ലെയിം ചെയ്താൽ ഇൻട്രോയിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നുകിൽ റൊണാൾഡോനെയും ബാക്കിയുള്ള പ്ലേയേഴ്സിനും കിട്ടും, അല്ലെങ്കിൽ മെസ്സിയെയും ബാക്കിയുള്ള പ്ലേയേഴ്സിനും നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഈ 4 പ്രൈമറി സ്റ്റോർ ഇവൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ബാലൻഡിയോർ ഇവൻ്റായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ വേറെ രീതിയിൽ ടോക്കൻസ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് എക്സ്ചേഞ്ചിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇത് ചെയ്യാം. സ്റ്റോറിൽ യൂണിവേഴ്സൽ ടോക്കൺ കൊടുത്തിട്ട് വോട്ട് ടിക്കറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. എക്സ്ചേഞ്ചസിൽ കയറിയാൽ നമുക്കിതിവിടെ 3 യൂണിവേഴ്സൽ ടോക്കന് 1 വോട്ട് ടിക്കറ്റ്സാണ് കിട്ടുന്നത്. ഒരു ദിവസം നമുക്ക് 400 വോട്ട് ടിക്കറ്റ്സ് എടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയും നമുക്ക് വോട്ട് ടിക്കറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാലൻഡിയോർ ഇവൻ്റ് ഒരു ബെസ്റ്റ് ഇവൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കളിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ സൈനിങ് ഔട്ട്.